എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജി കുഴുമ്പിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. വളരെ പ്രസിദ്ധമായ ആലുവ മണൽപ്പുറത്ത് നടക്കുന്ന കർക്കിട വാവ് ബലിതർപ്പണത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനാണ് എത്തിയത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവ മണൽപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആലുവ അങ്കമാലി ദേശീയപാതയിൽ തോട്ടക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ പറയുന്ന ആലുവ മണൽപ്പുറത്തേക്ക്. അപ്പോൾ കുറേയധികം ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും അങ്ങോട്ട് നടന്നു പോവുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിനായി ആലുവ മണൽപ്പുറത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആലുവ പുഴയിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രമടക്കം വെള്ളത്തിലാണ്ടുപോയി. ആ കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും ആലുവ പുഴയുടെ ഈ മണൽപ്പുറ തീരങ്ങളെല്ലാം തന്നെ ചളി കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ബലിതർപ്പണ ചടങ്ങുകളെല്ലാം ഒരു കരയുള്ള ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ആലുവ ശിവക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആലുവ ശിവരാത്രി മഹോത്സവമാണ്. പരിസരങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും, തീർത്തും ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച. സർക്കാരും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഒരു മനുഷ്യരെ പോലും ഈ പ്രദേശത്തേക്ക് കടത്തി വിടുന്നേയില്ല. സ്വാഭാവികമായും ആറാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആലുവ ശിവക്ഷേത്രം. പെരിയാറിലെ വെള്ളമുയരുമ്പോൾ ഇവിടുത്തെ ശിവപ്രതിഷ്ഠ വെള്ളത്തിലാണ്ടുപോവുകയും അങ്ങനെ ആ സമയത്ത് ആറാട്ട് നടക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഈ ആലുവ ശിവക്ഷേത്രം എല്ലാം മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആ മുങ്ങിപ്പോയതിനു ശേഷം അത് ഒന്നും ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ ചെളിയിലകപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലുവ മണൽപ്പുറത്തേക്ക് ഈ പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ കടത്തിവിടുന്നില്ല. അതിനു പകരം ഇവിടെയുള്ള ഹാളിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ അധികം മഴയൊന്നും ഇല്ലാത്ത കാലത്ത് ആലുവ മണൽപ്പുറത്താണ് ഈ ബലി കർമ്മം നടത്തിയിരുന്നത്. ഈ കൊല്ലത്തെ കനത്ത മഴയെ തുടർന്ന് അത് സുരക്ഷ കരുതി ആലുവ മണൽപ്പുറത്ത് നിന്ന് മാറ്റി ഈ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വലിയ ഹാളിലാണ് ഈ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലുവ മണൽപ്പുറത്ത് നിന്നുള്ള ബലിതർപ്പണത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് സ്വാഭാവികമായി ലഭിച്ചില്ല. അതുമാത്രമല്ല, ആലുവ മണൽപ്പുറത്തിൻ്റെ അതുപോലെ തന്നെ ഈ പെരിയാറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പോലും പോലീസ് അനുവദിക്കുന്നില്ല. കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. വിശാലമായ ആലുവ മണൽപ്പുറത്ത് നടക്കേണ്ട ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആലുവ പുഴ കരകവിഞ്ഞൊഴുകി അവിടെയെല്ലാം ചെളി നിറഞ്ഞതിനെ തുടർന്ന് ഈ ഒരു ഹാളിലേക്ക് മാറ്റി സൗകര്യമൊരുക്കുകയായിരുന്നു. നിരവധി ശാന്തിമാരാണ് ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുരാണത്തിൽ പരാമർശിക്കുന്നത് പോലെ പക്ഷിശ്രേഷ്ഠനായ
ജടായുവിൻ്റെ മരണത്തെ തുടർന്ന് ശ്രീരാമൻ ഈ ആലുവ പുഴത്തീരത്ത് ബലിതർപ്പണം നടത്തി എന്നാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്തുടർച്ചയാണ് ആലുവ മണൽപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ. ഏകദേശം 5 ജില്ലകളിൽ നിന്നാണ് ആലുവ മണൽപ്പുറത്തേക്ക് ബലിതർപ്പണത്തിനായി വിശ്വാസികൾ എത്തിച്ചേരുന്നത്. ഏകദേശം 1,00,000-ലധികം വിശ്വാസികൾ ഇവിടെ കർക്കിടകവാവ് ദിവസം ബലിതർപ്പണം നടത്തുന്നു. അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആലുവ പുഴയിലിറങ്ങി മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് ബലിതർപ്പണത്തിനായി ആളുകൾ എത്തിച്ചേരുക. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഭക്തജനങ്ങൾ അത് ഒതുക്കുകയാണ്. അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് ശേഷം ഈ ബലിപിണ്ഡം ആലുവപ്പുഴയിൽ ഒഴുക്കി വീണ്ടും കുളിച്ചു കയറി പോരുകയാണ് ഭക്തർ ചെയ്യുന്നത്. പക്ഷേ ഈ കനത്ത മഴയത്ത് അതിന് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ വലിയ ഗ്രൗണ്ടിൽ അത് വെച്ച് പ്രാർത്ഥിച്ച് മടങ്ങുകയാണ് ഭക്തജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലിക്കാക്കകൾ ബലിപിണ്ഡത്തിൽ നിന്നും ചോറ് കൊത്തി തിന്നുന്നതും ഈ അവസരത്തിൽ കാണാം. നിരവധിയായ ആത്മാക്കൾക്ക് ബലിപിണ്ഡമർപ്പിച്ച് ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിരവധി മാധ്യമ പ്രവർത്തകരാണ് ഈ ആലുവ ശിവക്ഷേത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. 24-നൊക്കെ ഈ അവസരത്തിൽ കാണാം. അതുപോലെ തന്നെ വളരെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പുള്ളുവൻ പാട്ട് പാടുന്ന പ്രായം ചെന്ന സ്ത്രീകളെയും ഞാൻ കണ്ടു. ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്തും ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മണൽപ്പുറത്ത് നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ കാണിക്കാൻ പറ്റിയ വീഡിയോകളെല്ലാം കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.